ഒരു യുവതി പീഡന പരാതി നൽകിയതിനെ തുടർന്ന് ഒളിവിൽ പോയ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കോൺഗ്രസിന്റെ MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന്, സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ടെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറയുന്നു. അദ്ദേഹം പറയുന്നത് പോലീസിലെ വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കുന്നു എന്നാണ്. അതായത് അധികാരികൾ തന്നെ വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കുന്നുണ്ട് എന്നാണ് K. സുരേന്ദ്രൻ ആരോപിക്കുന്നത്. അതിനേറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തെ, ഒരു MLA ആയിട്ടുള്ള ഒരാളെ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളെ, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒളിവിൽ പോകാൻ കഴിയുന്നത്? ഇപ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു സംഘം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ഒളിവിൽ പോയതല്ല. അദ്ദേഹത്തെ ഒളിവിൽ പോകാൻ കാര്യമായൊരു സഹായം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. അപ്പൊ ഇതിന് ഉപോത്ബലകമായിട്ട് മറ്റൊരു കാര്യം സുരേന്ദ്രൻ പറയുന്നത്, ഇതിനു മുമ്പ് ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു. എന്ത് കേസാണ് ഉണ്ടായിരുന്നത്? ആ കേസ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ഐഡന്റിറ്റി കാർഡ് അതിൽ കൃത്രിമമുണ്ടാക്കി ആളുകളുടെ ഫോട്ടോയൊക്കെ മാറ്റി ഒട്ടിച്ച് അത് തങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വ്യാജ ID കാർഡ് ഉണ്ടാക്കിയതാണ്. അത് ഗുരുതരമായ കുറ്റമാണ്. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷന്റെ തെറ്റായ കമ്മീഷന്റെ ഐഡന്റിറ്റി കാർഡിനകത്ത് ഫോട്ടോ മാറ്റുകയൊക്കെ ചെയ്തുകൊണ്ട് വ്യാജ വോട്ടുണ്ടാക്കാൻ, സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടുണ്ടാക്കാനാണ് മാങ്കൂട്ടം ശ്രമിച്ചത്. അപ്പൊ ഇതിനെതിരെ വ്യക്തമായിട്ടുള്ള പരാതിയുണ്ട്. തങ്ങളുടെ പാർട്ടി പ്രവർത്തകർ തന്നെ തെളിവ് കൊടുത്തിരുന്നു പോലീസിന് എല്ലാം അറിയാമായിരുന്നു. പക്ഷെ ഈ കേസ് ഇപ്പൊ എവിടെ പോയി എന്നാണ് K. സുരേന്ദ്രൻ ചോദിക്കുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കാനായിട്ട് ആരൊക്കെയോ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇപ്പൊ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല, പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയൊരു വിഭാഗം ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തെ രക്ഷിക്കുന്നു. ആരെങ്കിലും മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചാൽ അവർക്കെതിരെ ആരോപണങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണങ്ങളും ട്രോളിങ്ങും ഒക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. VD സതീശൻ തന്നെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ അദ്ദേഹത്തെ നിശബ്ദനാക്കുകയാണ് ചെയ്തത്. കാരണം അങ്ങനെയൊരു സംഘടിതമായ ശ്രമം നടക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരുപാട് കാരണം അദ്ദേഹം പറയുന്നത്, ഇതിനകത്ത് ഇരയായപ്പെട്ട ആളുകൾ പലർക്കും ഇരയായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരു സംഘടിതമായ ഒരു ശ്രമം ഇതിനകത്ത്, ഒരു നെറ്റ്വർക്ക് ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിന്റെ പിറകിൽ വലിയൊരു ശക്തി ഉണ്ടെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഇപ്പം പരാതി വന്നതുകൊണ്ടല്ല, ഇത് 3 മാസം മുമ്പേ പൊതുസമൂഹത്തിലെ വന്നൊരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഒരു പരാതി ഇപ്പൊ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പരാതികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് K. സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇത് പ്രിയങ്ക ഗാന്ധിക്ക് അറിയാം, രാഹുൽ ഗാന്ധിക്ക് അറിയാം, അതുപോലെ തന്നെ VD സതീശൻ അറിയാം, K. മുരളീധരൻ അറിയാം, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം, സണ്ണി ജോസഫിന് അറിയാം, അങ്ങനെ ഒട്ടുമിക്ക കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കൊക്കെ അറിയാം. പക്ഷെ അവർക്കൊന്നും എന്തുകൊണ്ടാണ് ഒരു നടപടി എതിർക്കാൻ പറ്റാത്തത്? ആരെങ്കിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാള് നമുക്ക് പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുകയാണ്. അപ്പൊ അതിന്റെ പിറകിൽ സംഘടിതമായൊരു ശ്രമമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രത്യേകിച്ച് PR വർക്ക് തന്നെ ഇതിനു വേണ്ടി നടക്കുന്നു. അപ്പം ഇത് വിദേശത്തും ഗൾഫിലൊക്കെ ഉള്ള സാമ്പത്തിക ശക്തികൾ, സ്വാധീനമുള്ള ആളുകൾ, മാഫിയ സംഘങ്ങളൊക്കെ ഇതിന്റെ പിറകിലുണ്ട്. അപ്പൊ ഇതൊരു ചില്ലറക്കാരനല്ല, പലരും ചേർന്ന ഒരു സംവിധാനമാണിത്. ഇതിനെ പുറത്തു കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് കേരള പോലീസ് തയ്യാറാവാത്തത്? കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഇതേപോലെ തന്നെ ഇലക്ഷൻ സംഘടനാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു. തങ്ങളുടെ പാർട്ടി പ്രവർത്തകർ വരെ, BJP പ്രവർത്തകർ വരെ വ്യക്തമായ തെളിവുകൾ നൽകിയിട്ടും നടപടിയെടുക്കാതിരുന്ന പോലീസ് ഇപ്പൊ ഇത്ര ആയിട്ടും ഇയാളെ രക്ഷിക്കുകയായിരുന്നു പോലീസ് ചെയ്തിരുന്നത്. ഇപ്പോഴും രക്ഷിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ പരാതി വന്നിട്ട് പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിനകത്ത് തന്നെ വലിയൊരു വിഭാഗം ഇങ്ങനെ ശക്തിപ്പെട്ടിരിക്കുന്നു. അപ്പം കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളും താൻ ഇടപെടുന്നില്ല, പക്ഷെ കോൺഗ്രസിനകത്ത് ഇങ്ങനൊരു സാമൂഹ്യ വിരുദ്ധ സംഘം ശക്തിപ്പെട്ടിരിക്കുകയാണ് എന്നാണ് K. സുരേന്ദ്രൻ ആരോപിക്കുന്നത്.